അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആർത്തവ വിരാമവും സ്ത്രീ ആരോഗ്യവും എന്നതാണ് നമ്മുടെ വിഷയം. ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ വളരെ ക്രൂഷ്യലും ക്രിറ്റിക്കലുമായ ഒരു കാലഘട്ടമാണ് ഈ ആർത്തവ വിരാമം. നമുക്കുണ്ടാകുന്ന ശാരീരികവും മാനസികവുമായ ബുദ്ധിമുട്ടുകൾ പലപ്പോഴും ആർത്തവ വിരാമം കൊണ്ടാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നില്ല. ആർത്തവ വിരാമം എന്നത് 3 സ്റ്റേജസ് ആക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കാം. പെരിമെനോപോസ്, മെനോപോസ്, പോസ്റ്റ് മെനോപോസ്. പെരിമെനോപോസ് എന്നത് 40 മുതൽ 45 വയസ്സ് വരെയാണ് സാധാരണ സ്ത്രീകളിൽ കണ്ടുവരിക. അത് 2 മുതൽ 4 വർഷം വരെ അത് നീണ്ടു നിൽക്കുകയും ചെയ്യാം. നമ്മുടെ അണ്ടാശയത്തിൽ നിന്ന് അഥവാ ഓവറിയിൽ നിന്ന് വരുന്ന എസ്ട്രജൻ, പ്രൊജസ്ട്രോൺ, ആൻഡ്രജൻ എന്നീ ഹോർമോൺസിന്റെ ലെവൽ കുറയുമ്പോഴാണ് നമുക്ക് പെരിമെനോപോസ് സിംറ്റംസ് ഉണ്ടാകുന്നത്. നമുക്കുണ്ടാകുന്ന ശാരീരിക ബുദ്ധിമുട്ടുകൾ എന്ന് വെച്ചാൽ ഹോട്ട് ഫ്ലഷസ് അഥവാ ഭയങ്കരമായിട്ടുള്ള ചൂട്, വിയർക്കല്, ചൂടെടുക്കുക, ശരീരത്തിൽ തീ കോരിയിടുന്നത് പോലെ തോന്നുക, അതൊക്കെയാണ് ഹോട്ട് ഫ്ലഷസ്. രണ്ടാമത് കണ്ണ് ഭയങ്കരമായി ഡ്രൈ ആയി തോന്നും. അത് ആൻഡ്രജൻ എന്ന ഹോർമോൺ കുറയുമ്പോൾ നമ്മുടെ കണ്ണിലുള്ള കണ്ണീർ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥികൾ ഫങ്ഷന് കുറയും. അതുകൊണ്ട് തന്നെ കണ്ണ് ഭയങ്കരമായിട്ട് ഡ്രൈ ആയി പോകും. പിന്നെ നമുക്ക് ഉറങ്ങാൻ പറ്റാത്തൊരവസ്ഥ. രാത്രി ഉറങ്ങാൻ കിടന്നാൽ ഉറക്ക് വരൂല. ഇനി ഉറങ്ങി പെട്ടെന്ന് ഞെട്ടിയാൽ പിന്നെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരവസ്ഥയാണ് മൂന്നാമത്തെ സിംറ്റം. നാലാമത് ഭയങ്കര അകാരണമായൊരു ക്ഷീണം, എന്തെന്നറിയാത്തൊരു ക്ഷീണം, നമുക്ക് ഭയങ്കര തളർച്ച തോന്നുന്ന ഒരവസ്ഥയാണ്. അഞ്ചാമത് നമ്മുടെ വെജൈന ഭയങ്കര ഡ്രൈ ആകും. അതുകൊണ്ട് തന്നെ സെക്സ് ഡ്രൈവും കുറയുന്നു. പിന്നെ മാനസികമായിട്ടുള്ള സംഘർഷങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഭയങ്കര ദേഷ്യം വരാം, എന്താണെന്ന് മനസ്സിലാവാത്ത പോലെ ദേഷ്യം വരാം. പ്രത്യേകിച്ചും ഭർത്താക്കന്മാരോട് കുട്ടികളൊക്കെയാണ് നമുക്ക് ദേഷ്യം തോന്നുന്നത്. പിന്നീട് സങ്കടം വരാം. ചില സമയത്ത് ഇങ്ങനെ ഒറ്റയ്ക്കിരുന്ന് കുറേ കരഞ്ഞു പോകും, എന്തുകൊണ്ടാന്ന് മനസ്സിലാവില്ല, അതുപോലെ നമുക്ക് സങ്കടം വരും. അടുത്തത് മെനോപോസൽ സ്റ്റേജ്. മെനോപോസൽ സ്റ്റേജിൽ 12 മാസത്തോളം അഥവാ 1 വർഷത്തോളം നമുക്ക് പീരീഡ്സ് വരാത്തൊരവസ്ഥയാണ്. ആ സമയത്ത് ചിലവർക്ക് 3 മാസം കഴിഞ്ഞാൽ അല്ലെങ്കിൽ 6 മാസം കഴിഞ്ഞാൽ വീണ്ടും പീരീഡ്സ് കാണും. അത് ആർത്തവ വിരാമമല്ല. 1 വർഷം 12 മാസം കൃത്യമായി പീരീഡ്സ് വരാതിരുന്നാൽ മാത്രമേ നമുക്ക് ആർത്തവ വിരാമമായി കൂട്ടാൻ പറ്റൂ. ചിലർക്ക് ഈ 1 വർഷം കഴിഞ്ഞതിന് ശേഷം 2-3 വർഷം കഴിഞ്ഞാൽ വീണ്ടും ബ്ലഡ് സ്പോട്ടിംഗ് ഒക്കെ കാണും. അത് ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് എന്താണ് കാരണമെന്ന് നമ്മൾ തിരിച്ചറിയണം. അത് പീരീഡ്സിന്റെ ഭാഗമായിട്ട് വരുന്നതല്ല. മൂന്നാമത്തേതാണ് പോസ്റ്റ് മെനോപോസ് അഥവാ ഇനി മെനോപോസ് വരാത്തൊരവസ്ഥ. നമ്മുടെ എസ്ട്രജൻ ലെവലൊക്കെ ഒന്ന് സ്റ്റേബിളായി നമ്മുടെ ശരീരം കുറച്ചും കൂടി കംഫർട്ടബിൾ ആകും ആ സമയത്ത്. ഈ സമയത്തുള്ള ശാരീരികവും മാനസികവുമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കുറക്കാനായി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, നല്ല ഭക്ഷണം കഴിക്കുക, ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുക. നമ്മുടെ ശരീരത്തിൽ എസ്ട്രജൻ കുറയുന്നത് കൊണ്ട് തന്നെ ഫൈറ്റോ എസ്ട്രജൻസ് ഉള്ള ഭക്ഷണം കഴിക്കാം. നട്ട്സ്, ധാന്യങ്ങൾ, ഓട്സ്, ഗോതമ്പ്, ഫ്ലാക്സ് സീഡ്സ് ഇതൊക്കെ ധാരാളമായി കഴിക്കുക. പിന്നെ ഒരുപാട് വെള്ളം കുടിക്കുക. ഒരു ദിവസം 1 മുതൽ 1.5 ലിറ്റർ വരെ വെള്ളം കുടിച്ചെന്ന് ഉറപ്പ് വരുത്തണം. മൂന്നാമതായിട്ട് ബ്രീത്തിങ് എക്സസൈസുകൾ ചെയ്യുക. അത് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ശരീരത്തിന്റെ ചൂട് കുറച്ച് കുറയും. അതുപോലെ തന്നെ നമ്മളെ മൊത്തത്തിലൊരു ഉണർവ് നമുക്ക് ലഭിക്കും. മാനസികമായിട്ടുള്ള സംഘർഷങ്ങളും കുറയും. പിന്നെ എക്സസൈസ് ചെയ്യുക. നമ്മുടെ ശരീരം മൊത്തത്തിൽ ഒരു ആക്റ്റീവായി വെച്ചാൽ നമുക്കുള്ള അനുഭവപ്പെടുന്ന മാനസിക സംഘർഷങ്ങളും ക്ഷീണങ്ങളും ഒക്കെ നമുക്ക് കുറച്ച് കുറയും. അഞ്ചാമതായിട്ട് നമുക്ക് എന്തെങ്കിലും ഭയങ്കര സങ്കടം വരുമ്പോൾ അതിൽ നിന്ന് പെട്ടെന്ന് ചിന്ത മാറ്റാൻ ശ്രമിക്കുക. നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ എല്ലാവർക്കും ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും. ആ പ്രശ്നങ്ങൾ ഇങ്ങനെ ചിന്തിച്ച് നമുക്ക് കൂടുതൽ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് എന്തെങ്കിലും ചിന്ത വരുമ്പോൾ തന്നെ നമ്മൾ വേറൊരു കാര്യത്തിലേക്ക് ചിന്ത മാറ്റാൻ ശ്രമിക്കുക. എന്തെങ്കിലുമൊക്കെ പ്രൊഡക്റ്റീവായി ചെയ്തുകൊണ്ടിരിക്കുക. ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ത്രീകളാണെങ്കിൽ ഈ സ്റ്റേജിലേക്ക് വരുമ്പോൾ പെട്ടെന്നൊരു ഏകാന്തത ഫീൽ ചെയ്യും. അതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് എൻഗേജ്ഡ് ആയിട്ട് പ്രൊഡക്റ്റീവായിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക. ഇങ്ങനെ മെനോപോസിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കുമ്പോൾ നമുക്കത് കുറച്ചും കൂടി നന്നായി നേരിടാൻ പറ്റും. അതുകൊണ്ട് എപ്പോഴും സന്തോഷവാന്മാരായി ഇരിക്കാൻ ശ്രമിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.